കാണാൻ പോകുന്ന കുടുംബശ്രീ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂ ഇനി കാണാൻ പോകുന്ന എപ്പിസോഡ് എന്ന് പറയുമ്പോൾ ഞാൻ ഇച്ചിരി ലോങ് വീഡിയോ ആയിട്ടാണ് പറയുന്നത്. കാരണം ഇനി അങ്ങോട്ടേക്കുള്ള കാര്യം നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത വമ്പൻ ട്വിസ്റ്റാണല്ലോ. സത്യമോളുടെ അച്ഛനെ കാണുന്ന നിമിഷം ആ സമയത്തിൽ നടക്കാൻ പോകുന്ന വമ്പൻ ട്വിസ്റ്റുകൾ എന്ന് പറയുന്നത് കുടുംബശ്രീ ഇന്ന് വരെ നമ്മൾ കണ്ടതെന്ന് ഒരു ഡിഫറെൻറ്റ് ടേൺ ഓവറിലേക്ക് പോകുമ്പോൾ അപ്പോൾ അതിൻ്റെ റിവ്യൂ കാണുന്നതിന് വേണ്ടി തന്നെ ചാനൽ ലൈക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ കമൻസ് ഷെയർ ആരും മറക്കണ്ട. ഈ വീഡിയോ ലോങ് വീഡിയോ ആയതുകൊണ്ട് ലാസ്റ്റ് വരെ കേൾക്കണേ, എന്നാലേ കഥയിൽ എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യം അവസാനം വരെ ഒന്ന് മനസ്സിലാകത്തുള്ളൂ. ഇത് കഴിഞ്ഞിട്ടും പിന്നെ അടുത്ത് വരാൻ പോകുന്ന വീഡിയോസൊക്കെ ഇനി അങ്ങോട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസാണ്. കാരണം ഇതൊരു ഡിഫറെൻറ്റ് ടേൺ ഓവർ എടുക്കാൻ പോകുന്ന പതില്ല, നിങ്ങൾക്ക് കേട്ട് വരെ മനസ്സിലാവും. അപ്പം എപ്പിസോഡ് തുടങ്ങുന്നതിന് കാണിക്കുന്ന കാര്യം സത്യമോളുടെ സ്കൂളാണ്. അപ്പോൾ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ പ്രിൻസിപ്പൽ എന്താണ് മൈക്കിൽ കൂടെ ചോദിക്കുവാണ്, ഇനി ആരൊക്കെ പാരൻസാണ് വരാതിരിക്കുന്നത്, ഫംഗ്ഷൻ തുടങ്ങാറുള്ള സമയം. അപ്പോഴത്തേക്കും പപ്പിമോളും സത്യമോളും പരസ്പരം തമ്മി നോക്കുവാണ്. അയ്യോ എൻ്റെ വീട്ടിൽ നിന്ന് വന്നല്ലോ എന്ന് നമ്മുടെ പപ്പിമോൾ പറയുന്നുണ്ട്. അപ്പോൾ സത്യമോൾ പറയുന്നുണ്ട് എൻ്റെ വീട്ടിൽ നിന്നല്ല. അപ്പം പപ്പിമോൾ എന്താണ് സത്യമോളുടെ മനസ്സൊന്ന് അറിയാൻ വേണ്ടി ചോദിക്കുക, ഇനി നിൻ്റെ അച്ഛൻ വരത്തില്ലായിരിക്കുമോ സത്യം എന്ന് ചോദിക്കുമ്പോൾ അല്ലല്ല എൻ്റെ അച്ഛൻ എൻ്റെ അടുത്ത് വരുന്ന വാക്ക് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ വരാതിരിക്കത്തില്ലെന്ന് സത്യമോൾ വീണ്ടും വാശി പറയുമ്പോൾ ആ ബാഗിൽ നിന്നോടെ രമേശ് പറയും, എടി നിൻ്റെ അച്ഛൻ ഇതുവരെ വന്നില്ല, സമയം ഇത്ര ആയി കേട്ടോ, നിൻ്റെ അച്ഛൻ വരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് എന്താണ് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആരൊക്കെയാണ് വരാനുള്ളതെന്ന് ആ പ്രിൻസിപ്പൽ എന്താണ് മൈക്കിൽ കൂടെ ചോദിക്കും പറയുന്നുണ്ട്. പവിമോൾ പറയുന്നത് എൻ്റെ വീട്ടിൽ നിന്ന് ഇന്നൊക്കെ ആൾ വരുമെന്ന് പറയുന്നുണ്ട്. അതായത് വിഷ്ണു അച്ഛനും അമ്മയും അതുപോലെ തന്നെ സത്യാമ്മയൊക്കെ വരും എന്ന് പറയുമ്പോഴത്തേക്കും സത്യമോൾ ആരൊക്കെ വരുമെന്ന് പറയാൻ നിൽക്കുന്നതിന് മുന്നേ രമേശ് പറയുക അവളുടെ വീട്ടിൽ നിന്ന് അമ്മയെ വരത്തുള്ളൂ, അത് പിന്നെ എപ്പോഴും അങ്ങനെ അതില്ല, ഇവർക്ക് അച്ഛനൊന്നും ഇല്ല എന്ന് പറയുമ്പോഴത്തേക്കും തിരിച്ച് സത്യമോൾ രൂക്ഷമായിട്ട് നോക്കിയിട്ട് വരും, മാഡം എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അച്ഛനാണ് ഇവട്ടം വരുന്നത്, അമ്മയല്ല അച്ഛനാണ് വരുന്നത് പറയുമ്പോഴത്തേക്കും ഈ രമേശ് നമുക്ക് കാണാൻ എന്നൊക്കെ പറഞ്ഞ് സത്യമോളോടും പപ്പിമോളോട് അവിടെ ഇരിക്കാൻ പറയുന്നത്. ഞങ്ങളുടെ പാരൻസിന് വേണ്ടി ഞങ്ങൾ കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ പ്രിൻസിപ്പലും ബാക്കിയുള്ള അതോറിറ്റീസൊക്കെ ഈ ഫംഗ്ഷൻ നടക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവാണേ. കാണിക്കുന്ന സ്കൂളല്ല, സ്കൂളിൽ നേരെ കാണിക്കുന്ന ട്രാഫിക്കുള്ള റോഡാണ്. അപ്പോൾ ഈ ട്രാഫിക്കിനകത്ത് നിറഞ്ഞിരിക്കുന്ന റോഡിനകത്ത് നമ്മുടെ വിഷ്ണു സത്യഭാമയൊക്കെ അങ്ങനെ ട്രാഫിക്ക് കാറ് സ്റ്റക്കായി നിൽക്കുന്നതാണ് കാണിക്കുന്നത്. സത്യഭാമ പറയുന്നുണ്ട്, ഈ സമയമാവുന്നല്ലോ, കൊച്ചിൻ്റെ ഫംഗ്ഷൻ തുടക്കാനുള്ള സമയമാവുന്നത്, ഇതിപ്പോൾ എപ്പോഴാണ് വിഷ്ണു നമ്മൾ അങ്ങ് വരെ എത്തുന്നതെന്നൊക്കെ പരസ്പരം അവർ രണ്ടുപേരും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അമ്മയൊന്ന് ക്ഷമിക്കും, ഇപ്പോൾ ഈ ട്രാഫിക് ബ്ലോക്ക് ക്ലിയർ ആവും, ഈ സമയത്ത് എവിടെ നിന്ന് അറിയത്തില്ല ഈ ട്രാഫിക് ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞ് അവർ രണ്ടുപേരും ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. പിന്നെ കാണിക്കുന്ന കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നേരെ ഒരു ബുള്ളറ്റ് വരുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഒരു ബുള്ളറ്റിൽ ഒരു ചുള്ളനായ രീതിയിലൊരു പുതിയൊരു യങ് ഫാദർ എന്ന് തന്നെ പറയാം. അപ്പോൾ ഒരു സൂപ്പർ യങ് ഡാഡാണ് അവിടെ വന്നിറങ്ങുന്നത്. അത് മറ്റാരുമില്ല സത്യമോളുടെ ഒരിക്കലും കണ്ടിട്ടില്ലാതെ എന്നാൽ കാണാൻ ഇത്ര മാത്രം അവൾ ആഗ്രഹിച്ചത് അവളുടെ അച്ഛനാണ്, അവളുടെ പ്രിയപ്പെട്ട അച്ഛനാണ് വന്നിറങ്ങുന്നത്. അപ്പം വേഷം മറ്റൊന്നുമല്ല, വേഷം ഒരു ബ്ലാക്ക് കോട്ടും സൂട്ടും ഒക്കെ തന്നെയാണ്. അതിനൊപ്പം തന്നെ അകത്തൊരു ഷർട്ടൊക്കെ ഉണ്ട്, നല്ല എന്താണ് താടിയൊക്കെ വെച്ച് ഒരു കണ്ണാടിയൊക്കെ വെച്ച് ഒരു അടിപൊളി ഗ്ലാമറിനകത്ത് കയ്യിലൊരു ബ്രേസ്ലെറ്റൊക്കെ ഇട്ട് നല്ല യങ് ആയിട്ടുള്ള ഫാദറായിട്ട് വന്നിറങ്ങുവാണ്. അപ്പം ഭയങ്കര എന്താണ് നല്ല ക്ലാസിക് ലുക്കാണ് കേട്ടോ. നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഈ വ്യക്തി ആരാന്ന് നമുക്ക് മനസ്സിലാകാൻ പോലും പറ്റില്ല, പുതിയൊരു കഥാപാത്രമാണോ എന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോകും. പക്ഷേ ആ വന്നിറങ്ങുന്നത് മറ്റാരല്ല കേട്ടോ. ഞാൻ സർപ്രൈസ് ആദ്യം തന്നെ പൊട്ടിക്കാം. വന്നിറങ്ങുന്നത് നമ്മുടെ ശാലിനിയാണ്. നമ്മുടെ ശാലിനി നമ്മൾ പണ്ട് സത്യ എന്ന പെൺകുട്ടി എന്ന സീരിയലിനകത്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ സത്യ എന്ന പെൺകുട്ടി എന്ന സീരിയലിനകത്തൊക്കെ നമ്മൾ കണ്ട ആ ലുക്കിൻ്റെ മറ്റൊരു ലുക്കിനെ റീക്രിയേറ്റ് ചെയ്ത് സത്യ എന്ന പെൺകുട്ടിക്കകത്ത് പിന്നെയും ശാലിനിയെ കണ്ട ഒരു പെണ്ണാണോ എന്ന് ഒരു ചെറിയ രീതിയിൽ നമുക്ക് നോട്ടത്തിൽ പറയാൻ പറ്റുമെങ്കിലും ഇത് ശാലിനിയെ കണ്ട ഷാനി എന്നൊക്കെ പറയാൻ പോലും പറ്റില്ല. ഷാനി ഇത്ര എക്സ്ട്രീംലി അത്ര ഭംഗിയായിട്ടിരിക്കുന്ന ഷാനിയാണ് വന്ന് അച്ഛനായിട്ട് ഇറങ്ങുന്നത്. നമ്മുടെ വിഷ്ണു സത്യാമ്മ അവിടെ വരെ എത്തിയിട്ടില്ല കേട്ടോ. അപ്പം വിഷ്ണു സത്യാമ്മ വരുന്നതിന് മുന്നേ തന്നെ ആദ്യം സ്കൂളിൽ വന്ന ഷാനി. അപ്പം ഷാനി നേരെ ഓഡിറ്റോറിയത്തിൽ വന്ന് ആ ഓഡിറ്റോറിയത്തിൽ വാതിൽ നിൽക്കുമ്പോൾ തന്നെ മോളെ സത്യം എന്നങ്ങ് വിളിക്കും. അപ്പം മോളെ സത്യം വിളിക്കുമ്പോൾ സത്യമോളുടെ മുഖത്ത് സന്തോഷം കാണണം. കാരണം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത അച്ഛനെ തിരിച്ചറിയാൻ പോലും ഒരു ഫോട്ടോ എന്ന രീതിയിൽ കണ്ടിട്ടുള്ള കുഞ്ഞ് പ്രായത്തിലെ ഫോട്ടോ ആയിട്ട് വിഷ്ണുവിൻ്റെ ഫോട്ടോയിലെ കണ്ട്. അപ്പോൾ അച്ഛനായിട്ട് വന്ന വ്യക്തി ആരാന്നൊന്നും അറിഞ്ഞില്ലെങ്കിലും അച്ഛൻ എന്ന് പറയുമ്പോൾ തന്നെ സത്യമോൾക്ക് അത്രമാത്രം വികാരം നിറഞ്ഞ സന്തോഷത്തിൽ സത്യമോൾ എന്താണ് അങ്ങ് ഭയങ്കര അത്ഭുതപ്പെട്ട് എണീറ്റ് നിൽക്കുക. ഇത് കാണുമ്പോഴത്തേക്ക് രമേഷിൻ്റെ മുഖം അങ്ങ് എന്താണെന്ന് നീ പോവാ. അതേ സമയം പപ്പിമോളാണ് സത്യയുടെ അച്ഛനോ. അപ്പം സത്യയുടെ അച്ഛനാന്നുള്ള കാര്യത്തിനകത്ത് നമ്മുടെ പപ്പിമോൾ കരുതുന്നത് ഇത് ആരെങ്കിലും നമ്മുടെ ചേച്ചിയമ്മ ഏർപ്പാടാക്കിയ വ്യക്തിയായിരിക്കും, ചേച്ചിയമ്മയാണ് ഈ വ്യക്തി എന്നുള്ള കാര്യം നമ്മുടെ പപ്പിമോൾക്ക് ഒരു നോട്ടത്തിലൊന്നും മനസ്സിലാവുന്നത്. അപ്പോൾ സത്യമോൾ അങ്ങ് നിറഞ്ഞ പുഞ്ചിയായിട്ട് ഇങ്ങനെ അച്ഛനെ നോക്കി നിൽക്കുമ്പോഴത്തേക്കും അച്ഛൻ അവിടെ വരുമ്പോഴത്തേക്കും സത്യമോൾക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ സത്യമോൾ രമേശ് നോക്കി കളിയാക്കി പറയും, നീ പറഞ്ഞില്ലേടാ എൻ്റെ അച്ഛൻ വരത്തില്ല, എന്നിട്ട് ഇപ്പം എങ്ങനെയിരിക്കുന്നത് എൻ്റെ അച്ഛൻ വന്ന കണ്ടോക്കെ ചോദിക്കുമ്പോഴത്തേക്ക് രമേശ് എന്താണ് അവിടെ അങ്ങ് ഒന്നുമില്ല സോറി കേട്ടോ എന്നൊക്കെ പറയാം. അപ്പോൾ നിനക്ക് അച്ഛനൊക്കെ ഉണ്ടായിരുന്നല്ലോ എന്ന് മനസ്സിലെന്താണ് രമേശൻ ചിന്തിക്കുന്നതാണ്. അപ്പോഴത്തേക്ക് എന്താണ് നമ്മുടെ പ്രിൻസിപ്പൽ ചോദിക്കുന്നത്, അപ്പോൾ ഫംഗ്ഷനൊക്കെ തുടങ്ങാറായില്ലേ എന്ന് ചോദിച്ചിട്ട് ഏകദേശം ഫംഗ്ഷൻ ഓൾമോസ്റ്റ് തുടങ്ങാറായി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഇതിനൊക്കെ ശേഷമാണ് നമ്മുടെ വിഷ്ണു ഒക്കെ വരുന്നത്. വിഷ്ണു വരുന്നതിന് മുന്നേ തന്നെ നമ്മുടെ സത്യമൊക്കെ ഇട്ടാൾ അവാർഡൊക്കെ മേടിക്കുന്നു. അപ്പോൾ ആ സമയത്ത് എന്താണ് കയ്യടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ബാക്കി എല്ലാവരും കൈയടിക്കും, രമേഷിന് അവാർഡ് മേടിക്കുന്ന എല്ലാം മേടിക്കുന്നു. അപ്പോൾ അതൊക്കെ കഴിയുമ്പോഴാണ് നമ്മുടെ പപ്പിമോക്കുള്ള അവാർഡിൻ്റെ സെറിമണിയുടെ സമയം. ആ സമയത്ത് കറക്റ്റാണ് ഈ പറയുന്ന നമ്മുടെ വിഷ്ണുവും അതുപോലെ സത്യാമ്മയെ കയറി വരുന്നത്. അപ്പോൾ സത്യാമ്മയും വിഷ്ണുവൊക്കെ വരുന്നതിന് മുന്നേ തന്നെ അവിടുന്ന് ശാലിനി ഏകദേശം കുഞ്ഞിനെയും കൊണ്ട് അവിടെ എസ്കേപ്പ് ആവുകയാണ്. കാരണം ഇവരുടെ മുന്നിൽ നേരെ കോൺടാക്റ്റ് വേണ്ട എന്നുള്ള രീതിക്ക് അത്. അപ്പം കറക്റ്റ് ശാലിനി അങ്ങോട്ടേക്ക് പോകുന്നു എന്നതും അവിടുന്ന് കേൾക്കുന്നുണ്ട്,
എൻ്റെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നുള്ള കാര്യമൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും വിഷ്ണു അവിടെ തന്നെ സ്തംഭിച്ച് നിൽക്കുകയാണ്. കാരണം അച്ഛൻ വന്ന് ഈ അവാർഡ് മേടിക്കാനായിട്ട് സ്റ്റേജിൽ നിൽക്കുന്നു, അച്ഛൻ അവാർഡ് മേടിക്കുന്നു, സത്യം കൊണ്ട് പോകുന്നു. ഇതൊക്കെ കാണുമ്പോഴത്തേക്കും വിഷ്ണുവിന് അങ്ങ് ടോട്ടലി അങ്ങ് തലയ്ക്ക് അങ്ങ് പെരുത്ത് ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന അവസ്ഥയാണ്. സത്യഭാമയ്ക്കാണെങ്കിലോ എന്നെ ഷാനി ചതിച്ചെന്ന ഒറ്റ വാക്ക് മാത്രമേ മനസ്സിൽ ഓർമ്മ വരുന്നുള്ളൂ. ചിന്തിക്കുന്നത് അപ്പം ഈ ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ അവളെ വീട്ടിൽ കൊണ്ടുവന്ന് ആനയിച്ച് ഇത്ര സൽക്കരിച്ചിട്ടും അവൾക്ക് അവളുടെ മോളുടെ കാര്യം പറഞ്ഞപ്പോൾ അവൾക്ക് നമ്മുടെ കൂടെ നിൽക്കാനായിട്ട് താല്പര്യം. അപ്പോൾ എൻ്റെ മോനെക്കാളും വലുതായിട്ട് ഇതാ പുതിയ ഭർത്താവില്ലേ, ആ പുതിയ ഭർത്താവിന് വേണ്ടിയിട്ടായിരിക്കും എന്നെ എൻ്റെ മകനെ ഉപേക്ഷിച്ച് അവൻ്റെ ജീവിതം ഇത്രയും അവൾ നശിപ്പിച്ച് കളഞ്ഞില്ലേ. ഷാനി നീ എന്നോട് കാണിച്ച മഹാചതിയായി പോയി, എൻ്റെ മകനോട് നീ കാണിച്ച വലിയ ദ്രോഹമായി പോയി എന്നൊക്കെ പറഞ്ഞ് സത്യഭാമ എന്താണ് കലി തുള്ളിക്കുക. ഇതിന് സത്യാവസ്ഥ അറിഞ്ഞേ പറ്റത്തുള്ളൂ. ഷാനിയുടെ നോക്കി എനിക്ക് 4 വർത്താനം സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് ഷാനിയുടെ വീട്ടിലേക്ക് പോകാൻ തന്നെയാണ് തീരുമാനം. വിഷ്ണുവിനോ ഈ അവാർഡ് മേടിച്ച് കഴിഞ്ഞത് വിഷ്ണുവിനങ്ങ് തലയ്ക്കങ്ങ് എന്താണ് കലി തുള്ളി നിൽക്കുകയാണ്. സത്യമോളുടെ വീട് വരെ എത്തി ആരാണ് ഈ വ്യക്തി എന്നതും ഇതിൻ്റെ സത്യാവസ്ഥയെക്കുറിച്ച് ഷാനിയുടെ വായന കേൾക്കാതെ ഞാൻ നടങ്ങുന്ന പ്രശ്നമില്ലാന്ന് എൻ്റെ വിഷ്ണു കാറൊക്കെ സ്പീഡിന് എടുത്തുകൊണ്ട് പോകുന്നതാണ് കാണിക്കുന്നത്. അതിന് മുന്നേ തന്നെ എന്താണ് വിഷ്ണു ആ കാറിനെ കൊണ്ട് ചേസ് ചെയ്യുവാണ്. അതായത് ഷാനിയുടെ ആ ബുള്ളറ്റിനെ ചേസ് ചെയ്യുമ്പം ഷാനി ഇത് കാണുന്നു, അയ്യോ വിഷ്ണുവേട്ടനാണല്ലോ ഇപ്പോൾ. വിഷ്ണുവേട്ടന് ഭയങ്കര സങ്കടവും ടെൻഷനൊക്കെ ആക്കി എന്താണ് സത്യം എന്ന് അറിയാതെ എൻ്റെ പിറകെ വരുക. എനിക്കിപ്പം സത്യമോൾ കൂടെ ഉള്ളപ്പം സത്യങ്ങളൊന്നും പറയാനും പറ്റത്തില്ല ദൈവമേ. എനിക്ക് വിഷ്ണുവേട്ടൻ എന്നെ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നേരെ വേഗത്തിൽ എന്താണ് വണ്ടി സ്പീഡിന് ഓട്ടിച്ച് പോയേ പറ്റത്തുള്ളൂ. ഷാനി വിഷ്ണുവിനെ കണ്ണൊക്കെ വെട്ടിച്ച്, കാരണം ബൈക്ക് ഓടിക്കാൻ ഷാലിനെ കഴിഞ്ഞല്ലേ ആൾക്കാരുള്ളൂ. അപ്പോൾ ഷാനി മുന്നേ തന്നെ ആ ബൈക്കും കൊണ്ട് നേരെ ശാരദാമ്മയുടെ മുന്നേ എത്തുമ്പോൾ ശാരദാമ്മ ബൈക്കിൽ നിന്ന് സത്യമോളും ഷാലിനി ഇറങ്ങുന്ന കണ്ട് ഞെട്ടിയിരിക്കും. കാരണം ഷാലിനിയുടെ രൂപമല്ലല്ലോ, സത്യമോളുടെ അച്ഛനായാലും നിൽക്കുന്നത്. ഇതാരാ ഇങ്ങനെ ഒന്ന് ശാരദാമ്മയെ നോക്കി നിൽക്കുമ്പോഴത്തേക്കും ശാരദാമ്മയ്ക്ക് ഒരുവിധം അങ്ങ് ഞെട്ടിപ്പോവാണ്. ഇതാരാ കുഞ്ഞിനെ കൊണ്ടുവന്ന്. ശാരദാമ്മ എൻ്റെ അച്ഛൻ എന്നൊന്ന് കേട്ടുമ്പോഴത്തേക്കും ശാരദാമ്മ കുഞ്ഞിനകത്തേക്ക് കയറ്റിയിട്ടിട്ട് ഷാലിനിയുടെ കവളത്ത് ഒറ്റ അടി കൊടുക്കുക. നീ ആരാടാ എൻ്റെ കൊച്ചിൻ്റെ ജീവിതത്തിലേക്ക് കയറി വരാൻ വേണ്ടി? എടാ എൻ്റെ മോളാഹാരം നിനക്കറിയാം എന്നൊക്കെ ശാരദാമ്മ ഷാലിനിയാന്ന് പോലും അറിയാതെ ദേഷ്യപ്പെട്ട് ഷാലിനെ ലാസ്റ്റ് ഒരു അടി കൊടുക്കുവാണ്. നീ സത്യം പറയുന്നതിന് അടി കൊടുക്കുമ്പോഴത്തേക്കും മനഃപൂർവ്വമല്ലേ നീ ചതി ചെയ്തതെന്ന് സത്യം പറയിപ്പിക്കാൻ വേണ്ടി അങ്ങ് എന്താണ് ഷാലിനിയാന്ന് മനസ്സിലാക്കി തെറ്റിദ്ധരിച്ചിട്ട് അടിക്കുന്നതാണ്. അപ്പോൾ അടിക്കുമ്പോഴത്തേക്ക് ലാസ്റ്റ് ഷാലിനി പറയുന്നുണ്ട്, അമ്മ എൻ്റെ കയ്യിൽ വേറെ നിർവാഹമില്ലാഞ്ഞില്ല, എൻ്റെ സത്യമോൾ എനിക്ക് ഇനിയും പറ്റിക്കാവില്ല. ആ കുഞ്ഞു മനസ്സിന് ഇനി എനിക്ക് നോവിച്ചുകൊണ്ടിരിക്കാനോ അവളെ എത്ര കാലം എങ്ങനെ പറ്റിക്കുന്ന അവളുടെ മനസ്സിന് ഇന്നെങ്കിലും ഒരു സമാധാനം വേണം. അവൾ എല്ലാവരും പോലും നാണം കേട്ട് അവൾ ഇനി സ്കൂളിൽ പോലും പോത്തില്ല ഭക്ഷണം കഴിക്കാൻ പറയുമ്പോൾ അവൾ എന്നെനിക്കിങ്ങനെ ചെയ്യാൻ പറ്റുമോ? അവളുടെ സന്തോഷം വേണ്ടി ഞാൻ ഈ വേഷം അണിഞ്ഞതാണെന്ന് പറഞ്ഞിട്ട് ഷാലിനി എന്താണ് ആ താടി മിഷൊന്ന് ജസ്റ്റ് മാറ്റി കാണിക്കുന്നത് ശാരദാമ്മയ്ക്ക് ഭയങ്കര സങ്കടം വരും. എൻ്റെ മോളുടെ ഗതി എന്തുമാത്രം അവൾ കഷ്ടപ്പെടുന്നു. തനിക്ക് 2 സ്ഥാനത്ത് നിൽക്കാൻ പറ്റാത്ത ഒരു കള്ളത്തരം മതി. ആ കള്ളത്തരത്തിനെ ഇന്നും മെയിൻ ചെയ്യാൻ വേണ്ടി എന്തൊക്കെ കള്ളത്തരങ്ങളാണ് ഇന്ന് ജീവിതത്തിൽ കാണിച്ചു കൂട്ടേണ്ട വരുന്നത് ശാരദാമ്മ സങ്കടപ്പെട്ട് ഷാനി എടുത്ത് എന്താ പോട്ട് മോളെന്ന് പറഞ്ഞ് ക്ഷമ ചോദിക്കുവാണ്. സത്യമോൾ വീണ്ടും എന്താണ് പുറത്തേക്ക് ഇറങ്ങി വരും. അപ്പോൾ അപ്പോഴത്തേക്കും ഷാലിനി വീണ്ടും എന്താണ് താടിയൊക്കെ വീണ്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ട് കറക്റ്റ് ആണിൻ്റെ സ്വരത്ത് തന്നെ അച്ഛനായിട്ട് സംസാരിക്കുമ്പോൾ സത്യമൊക്കെ ഭയങ്കര അച്ഛൻ വാ അകത്തേക്ക് വാ. അപ്പോഴത്തേക്കും ശാരദ പറയുന്നു, മോൾ ആദ്യം പോയി ഈ അവാർഡൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട് ഡ്രസ്സ് മാറ്റും, അപ്പോഴത്തേക്ക് അച്ഛൻ വരുമെന്നേ എന്ന് പറഞ്ഞിട്ട് എന്താണ് സത്യമോൾ അകത്തേക്ക് പറഞ്ഞ് ഡ്രസ്സ് മാറാൻ വേണ്ടി വിടുക. അപ്പോൾ ഈ ഡ്രസ്സ് മാറാൻ വേണ്ടി കയറുന്ന സമയത്ത് ഷാലിനി പറയുന്നുണ്ട്, വിഷ്ണുവേട്ടൻ്റെ പിറകെ വരുന്നുണ്ട്, ഇപ്പം എന്തായാലും വീട്ടിലേക്ക് വന്ന് ഈ കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യും, അവനോട് ഇനി എന്ത് പറയുമോ ഇതിനൊക്കെ സത്യാവസ്ഥ, സത്യമോൾ ഇവിടെ ഉണ്ടല്ലോ എന്നൊക്കെ ശാരദാമ്മയ്ക്ക് അത് ടെൻഷൻ ഒഴിഞ്ഞ് നേരമില്ലെന്ന് ശാരദാമ്മ ഒരറ്റം പുലമ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ ഷാനി എന്നാൽ അകത്തേക്ക് കയറി ഈ പറഞ്ഞ ഈ താടിയും മീശയും എല്ലാം മാറ്റി ഡ്രസ്സൊക്കെ മാറ്റി വീണ്ടും ഷാനിയുടെ നോർമൽ ഡ്രസ്സായിട്ടുള്ള ചുരിദാറൊക്കെ ഇട്ട് ഷാലിനി അവിടെ വന്ന് നിൽക്കുന്നതും കറക്റ്റ് കാറും കൊണ്ട് ദേഷ്യത്തിൽ ഒരാൾ ഇറങ്ങുന്നുണ്ട്. മറ്റാരുമല്ല കേട്ടോ, വിഷ്ണുവാണ്. വിഷ്ണുവിൻ്റെ സമ്പൂർണ്ണ സമനിലയും തെറ്റി നിന്നുള്ള കലിയിലാണ് ഇറങ്ങുന്നത്. ഒരു താണ്ഡവം തുള്ളാനുള്ള കലിയിൽ തന്നെ ഇറങ്ങുമ്പോഴത്തേക്കും വിഷ്ണു എന്താണ് ഷാനി നോക്കിയിട്ട് എനിക്ക് സത്യങ്ങളൊക്കെ അറിയണം കേട്ടോ എന്ന് വന്നിട്ട് നോക്കുമ്പോഴത്തേക്കും സത്യമോൾ എന്താണ് ആ ഭാഗത്ത് നിന്ന് ഇറങ്ങി വരിക. സത്യമോൾ ചോദിക്കുക, അമ്മ അച്ഛൻ എന്തി എന്ന് കൂടെ ചോദിക്കുമ്പോൾ വിഷ്ണുവിന് അതോടെ ബാക്കിയും കൂടെ റിലീവ്. അച്ഛനോ? ഷാനി എന്ത് പറഞ്ഞ് സത്യമോളുടെ കൂടെ ഇന്ന് വന്നത് ആരായിരുന്നു, സത്യമോളുടെ കൂടെ അച്ഛൻ അതിന് അവാർഡ് മേടിച്ച വ്യക്തി ആരായിരുന്നെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവിടെ സത്യമോൾ പറയാം, അമ്മയെ പറഞ്ഞു കൊടുക്കുക എൻ്റെ അച്ഛനാന്നുള്ള കാര്യം ബിഗ് ഫ്രണ്ടിനെ പറഞ്ഞു കൊടുക്കുക. ഷാദാമ്മേ അച്ഛൻ എന്തി, അച്ഛൻ എവിടെ പോയി, ബിഗ് ഫ്രണ്ടിനെ എനിക്ക് പരിചയപ്പെടുത്തണം എന്നൊക്കെ സത്യമോൾ ഒരേട്ട് അവിടെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ഷാനി പറഞ്ഞു ആ പറഞ്ഞു കൊടുക്കാൻ പോണെന്ന് കൂടെ പറയുമ്പോൾ വിഷ്ണു അവിടെ തകർന്നു നിൽക്കും. ശാദാമ്മ പറയുന്നുണ്ട്, ഷാലിനി പറ ആരാണ് വന്നതെന്നുള്ള കാര്യം എനിക്കറിയണം, എന്താ ഇന്നത്തെ ഭ്രാന്ത് പിടിപ്പിക്കല്ലേ, എനിക്കിന്ന് ആ സത്യങ്ങളെല്ലാം അറിയണം, ഇത്രയും നാളുകൊണ്ട് നീ മറച്ചു സത്യം എന്താണെന്നൊക്കെ വിഷ്ണു അവിടെ കിടന്ന് ഷാലിനി ഇത് ഭയങ്കര ഷൗട്ട് ചെയ്ത് സംസാരിക്കുമ്പം ഷാലിനിക്കാണെങ്കിൽ ഒരൊറ്റ മോൾ അടുത്ത് നിൽക്കുന്നത് വിഷ്ണുവിൻ്റെ ഈ ചോദ്യങ്ങൾ എന്ത് പറയണമെന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയ്ക്ക് തന്നെ ഷാലിനി ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്ന കാണിച്ചാണ് അടുത്ത എപ്പിസോഡ് എൻഡിങ് പറയാം. അപ്പോൾ എല്ലാവരും കാണും, ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻസ് കമൻസ് ഷെയർ ചെയ്തിട്ട് ആരും മറക്കണ്ട. ഇനി അടുത്ത വീഡിയോ എത്ര പെട്ടെന്ന് എന്നുള്ള കാര്യം വീഡിയോയുടെ റെസ്പോൺസ് വളരെ നല്ലതാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വളരെ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ഇന്നത്തെ ദിവസം തന്നെ അടുത്ത എന്താ സംഭവിക്കുന്നുള്ള കാര്യങ്ങളിലെല്ലാം ഡീറ്റെയിൽ ആയിട്ടൊരു റിവ്യൂ കൂടെ ഒരു വീഡിയോ കൂടെ ഇന്നത്തെ ദിവസം ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും കാണുക. ബൈ.